വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ എത്ര കാലമായി ഇവിടെ പച്ച വർഗീയത പറയുന്നു. ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും റാലി നടത്തുന്ന, പ്രതിഷേധം നടത്തുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രമുഖരോട് ചോദിക്കട്ടെ, എന്തേ നിങ്ങളിത് കണ്ടില്ലേ, കേട്ടില്ലേ? നടത്തില്ല. നമ്മളെപ്പോഴും അധികാരവർഗത്തിന്റെ അടിമകളായി ജീവിക്കാൻ കൊതിക്കുന്നവരാ. അല്ലെങ്കിൽ ഇത്രയും പച്ച വിദ്വേഷം പറഞ്ഞ ഇവർക്കെതിരെ എന്തുകൊണ്ട് നമുക്കൊന്നും നാവനക്കാൻ കഴിയുന്നില്ല? PC ജോർജ് എത്ര കാലമായി മുസ്ലിം വിരോധം പറയുകയാണ്. അതിനെതിരെ കേസെടുത്തില്ലേ? കേസ് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നില്ലേ? എന്നിട്ടും അദ്ദേഹത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? അതിനേക്കാൾ അപ്പുറമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇല്ല. നേതാക്കന്മാർക്ക് അധികാരത്തിന്റെ അഹങ്കാരത്തിൽ അവർക്കറിയാം ഒരു ചുക്കും ചെയ്യാൻ ഈ രാജ്യത്തിന് കഴിയില്ല എന്ന്. ഈ നിയമവ്യവസ്ഥകളെ പോലും, കോടതികളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അവർക്കെല്ലാം അപമാനം വരുത്തുന്ന രൂപത്തിലല്ലേ ഇവർ ആവർത്തനാവർത്തനം ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇവരിങ്ങനെ പറയുന്നത്? മുമ്പ് ഇവരിങ്ങനെ ആയിരുന്നോ? തീർച്ചയായിട്ടുമല്ല. PC ജോർജൊക്കെ ഒരു പ്രസംഗം തുടങ്ങുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പ്രസംഗം തുടങ്ങിയവർ എന്തേ പെട്ടെന്ന് മാറിപ്പോയി? ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ: അധികാരം. അധികാരം നിലനിർത്താനുള്ള ഓട്ടപ്പാച്ചിലാണ് ഇവരെല്ലാവരും. ജനങ്ങളെ നമ്മൾ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയുക. ഏതെങ്കിലും ഒരു വേദിയിൽ, അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, ഒരു മുസ്ലിം നാമധാരിയോ അല്ലെങ്കിൽ ക്രൈസ്തവ ഹൈന്ദവ നാമധാരികളോ ഏതെങ്കിലും ഇതരമത വിദ്വേഷ പ്രസംഗം നടത്തിയാൽ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അവരങ്ങനത്തെ ഒരു വിഷം ഇട്ടു തന്നാൽ, നിങ്ങൾ ഒരിക്കലും അതിന് കൈയടിക്കരുത്, പ്രോത്സാഹിപ്പിക്കരുത്, അവരെ പുകഴ്ത്തരുത്. തീർച്ചയായിട്ടും നിങ്ങൾ അവരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം. നമ്മൾ ഇനിയും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിന്റെ നാടെന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ അവർ നമ്മളെ തമ്മിത്തല്ലിക്കും, രക്തസാക്ഷികളാക്കും. ഒരുപാട് അമ്മമാർക്ക് മക്കളെ ഇല്ലാതാക്കും, ഒരുപാട് സഹോദരിമാർ വിധവകളാകും, ഒരുപാട് മക്കൾ അനാഥരാവും, ഒരുപാട് കുടുംബങ്ങൾ ആ വേദന സഹിക്കാൻ പറ്റാത്ത കോലത്തിലാക്കും. തിരിച്ചറിയുക. നിങ്ങളുടെ നാടിന്, നിങ്ങളുടെ രാജ്യത്തിന് ആര് നന്മ ചെയ്യുന്നോ അവരെ നിങ്ങൾ കൈപിടിച്ചുയർത്തുക. അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ മത്സരിക്കും. കാരണം അവർക്ക് വേണ്ടത് എപ്പോഴും അധികാരം തന്നെയാണ്. ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. മതത്തിന്റെ പേരിൽ നിങ്ങളിങ്ങനെ തമ്മിത്തല്ലല്ലേ. അത് കണ്ട് ആവേശം മൂത്ത് നിങ്ങൾ തെരുവിലിറങ്ങുന്നത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള വർഗീയ വിഷങ്ങൾ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം എന്തു പറഞ്ഞാൽ നിങ്ങൾ കൈയടിക്കുമെന്ന്. നമ്മളിപ്പോൾ മതഭ്രാന്തിന്റെ പിന്നാലെ ആണല്ലോ. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവർ അതിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. പഴയതുപോലെ മുസ്ലിമും ഹൈന്ദവനും ക്രൈസ്തവനും ചേർത്തുപിടിച്ച് തോളോട് തോൾ ചേർന്നിന്ന സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ ഒരു കൊച്ചു കേരളം നമുക്ക് പണിയാം. അതിനുവേണ്ടി നമുക്കൊന്ന് കൈകോർക്കാം. അവരവരുടെ മതാചാര പ്രകാരം ജീവിക്കട്ടെ. അവർക്കിടയിലേക്ക് വിദ്വേഷ പ്രചരണം നടത്തുന്നവരെ അകറ്റി നിർത്തുക, നാടിന്റെ നന്മയ്ക്കായി.